എൻ്റെ മക്കളെ, 10,000 സൗഖ്യം പ്രാപിച്ച ഒരിടമാണ്. 10,000 ആരാധന നടന്ന മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളെ ദൈവം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ അറുതി ഉണ്ടാകും. അതിന് താമസം വരത്തില്ല. എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ വചനം കേട്ടുകഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തണത്. കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകണത്. എൻ്റെ മക്കൾ, രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ചില രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത് അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, ഉള്ളംകാലം ഒരു ഉച്ചവരില്ല രോഗികൾ, ശ്വാസകോശ രോഗികൾ, ശ്വാസം മുട്ട രോഗികൾ, ആർബുദ രോഗികൾ, അസ്ഥി രോഗികൾ, പിസ്യുടി രോഗികൾ, പിസ്റ്റുല രോഗികൾ, കിഡ്നി രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികൾ, ശിരസ്സിൽ ഹാമറേജ് ഉണ്ടായിട്ടുള്ളവർ, മെനിഞ്ചിറ്റിസ് ഉണ്ടായിട്ടുള്ളവർ, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ, വാതരോഗികൾ, ഗർഭാശയ രോഗികൾ, മൂത്രാശയ രോഗികൾ, കുടലിൽ പഴുപ്പുള്ളവർ, നടുവിലിന് വേദനയുള്ളവർ, ബ്രസ്റ്റിന് മുഴയുള്ളവർ, ശരീരത്തിന് മുഴയുള്ളവർ, എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശ്രുതികട്ടെ ശ്രുതികട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാസനത്താലും ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥത്താൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുനാമത്തെ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, ഈ മണ്ണ് നിങ്ങളെ കണ്ണുനീര് ഏറ്റുവാങ്ങാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചെടുത്തൊരു മണ്ണാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യന്മാരും കണ്ണുനീർ തുടച്ച് സാക്ഷ്യം പറയുന്ന അത് കേൾക്കുമ്പോൾ തന്നെയൊക്കെ മനസ്സിലാകും. മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക്, റവന്യൂ റിക്കവറി വരാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ യാത്രയിലാകാൻ പോകുന്നവർക്ക്, പരീക്ഷയിലാകാൻ പോകുന്നവർക്ക്, അങ്ങനെ ജോലി സംബന്ധമായ, വസ്തു സംബന്ധമായ, ജീവിത സംബന്ധമായ എല്ലാ കാര്യങ്ങളും, വീടില്ലാത്തവർക്ക്, അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉടമ്പടി പുതുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ ഇടിമിന്നൽ പോലെ ഇടപെടലുണ്ടായി നിങ്ങൾക്കെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടി ശ്രുതികട്ടെ. എല്ലാ ഉടമ്പടി നിയോഗങ്ങളെയും
നാമത്തിന് സ്വത്രം ചെയ്ത് കർത്താവേ. ഞാൻ ശരിക്കും ഒത്തിരി ഭാര്യമാർ എൻ്റെ അടുത്ത് വന്നത് ഭർത്താവിനോട്, ഞാൻ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടവകയിലെ ഭാര്യമാരൊക്കെ വന്നതിനെ കണ്ടിട്ട് ഞാൻ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുക, ഞങ്ങൾക്ക് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, എന്താണ് പ്രശ്നമെന്ന് അയാൾ പറയണില്ല എന്ന് പറയും. എൻ്റെ വായിൽ നിന്ന് എന്തോ പൊട്ടത്തരം വന്നെന്നാണ് അയാൾ പറയണത്, പക്ഷെ അതൊന്നും അല്ല കാര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വരാൻ കാര്യം, ഈ ദൈവത്തെ ശരീരത്തെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അത് ചിലപ്പോൾ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിന് പരസ്പര ധാരണ വേണം. ഭർത്താവ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കണം. ഒരാൾക്ക് മാത്രമായിട്ട് അപ്പോൾ കൂദാശയിൽ നിങ്ങളെ ഒരു ശരീരമാക്കിയിരിക്കണം ദൈവമല്ലേ, ദൈവം തന്നെയല്ലേ ഒരു ശരീരമാക്കിയത്. ആ ദൈവം നിങ്ങൾ രണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ ശാരീരികമായ വിഷയങ്ങൾ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ധാരണ എത്തിയാൽ, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:4-5. 1 കൊരിന്തോസ് 7:4-5. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, അവൾക്കല്ല, അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. അപ്പൊ ഇതാണ് വചനത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഭർത്താവും ഭാര്യയ്ക്കും വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക്, പല 90 ദിവസമോ അല്ല ഒരു സമയം എടുത്ത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതിന് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നാണ് വചനം പറയണത്. അപ്പോൾ അത് പക്ഷേ അതിന് മ്യൂച്വൽ കൺസേൺ വേണം, അതിന് പരസ്പര ധാരണ വേണം അതിന്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ്. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രചോദനപ്പെടുമെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം കയറി വരേണ്ട കാര്യമില്ല. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വാട്ട് ഈസ് അവർ പോയിന്റ്? അവർ പോയിന്റ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ ഹൃദയത്തിൽ സംഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിരുന്നു എന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്, അല്ലാതെ നിരാശയല്ല. ഈ ഇടയന്മാർ പ്രാകൃതരായ മനുഷ്യർ, പരിചയമില്ലാത്ത മനുഷ്യർ, ബന്ധുക്കളല്ലാത്തവരെ കണ്ടെങ്കിലും അമ്മയ്ക്കുള്ളിൽ സന്തോഷമാണ്. കാര്യം എന്താണ്? അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പം പാലിക്കുന്നില്ലെങ്കിലും അപ്പൻ അത് ഭാവിയിൽ പാലിക്കുമെന്നുള്ള സന്തോഷമാണ്. തൻ്റെ കാര്യം അതിൻ്റെ പേരിലാണ് തനിക്കുള്ളതെല്ലാം അമ്മ വിറ്റത്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ബന്ധുക്കളെ പ്രസവിച്ച് കിടക്കാനുള്ള സുരക്ഷിതമായ ഇടം കൊടുത്തിട്ട് അമ്മ നിരാശയോടെ അല്ല പോകുന്നത്. ഓരോ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സത്തത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ലഭിക്കാത്ത ഇല്ലായ്മയ്ക്ക് അമ്മയ്ക്ക് സങ്കടമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്താ കാര്യം? അമ്മ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സന്തോഷത്തോടെയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടി നിനക്ക് സമർപ്പിക്കുവാനുള്ള എന്താ സഹോദരങ്ങളെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തെങ്കിലും ഉടമ്പടി പ്രകാരം നിങ്ങൾക്കൊരു ഇടരവോ കുറവോ എങ്കിലും വന്നാൽ അത് സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ വചനത്തിൽ ചില കാര്യങ്ങൾ ഷിഫ്റ്റിംഗ് വരും. ഇപ്പം ചിലപ്പോൾ നടക്കണില്ല എന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പം നടക്കണില്ലെന്നേ ഉള്ളൂ, അപ്പം അത് നാളെ നടക്കാം. അതാണ് അമ്മയുടെ ഹൃദയത്തിൽ സംഭവിക്കാൻ കാരണം. ഉടമ്പടിയിൽ ഇങ്ങനെ വരും, ഇപ്പം നടക്കില്ല, പക്ഷേ എനിക്ക് അവളുടെ അതായത് സിജിമോളിൻ്റെ സാക്ഷിയില്ലേ, സിജിമോളുടെ സാക്ഷ്യത്തിൽ ഉണ്ടാകുന്നൊരു വിഷയം.
ഇപ്പം സിജുമോള് സാക്ഷ്യ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ നിന്ന് വലിയൊരു മഴവില്ല് റോഡിൽ നിന്ന് വളഞ്ഞാകാശം പൊട്ട് നിൽക്കും. അത് മഴവില്ലാണ് ശരിക്കും. അപ്പോൾ സിജുമോൾ ഉടനെ പറയണത് എൻ്റെ ഉടമ്പടി കർത്താവ് സ്ഥിരീകരിച്ചെന്നാണ്. എന്താ കാര്യം? സിജുമോളോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടത്തണം. നിങ്ങൾ ഉടമ്പടിയുടെ റേഞ്ച് മനസ്സിലാക്കണം. ഉടമ്പടി അവളുടെ ഡേറ്റ് ഇട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 30 അമ്മ എൻ്റെ ആങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കണതാണ്. എത്ര വർഷമായി? ഇപ്പം 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു ആ കക്ഷിക്ക്. എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വേണ്ടെന്ന് ഇവിടെ നടത്തുന്നത് കല്യാണം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവൾക്കാണ് അയാളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അവസാനം അയാൾക്ക് ആരും ഉണ്ടാവത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി ഇരിക്കുന്നത്. പക്ഷേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് ഡിസംബർ 30 എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം അമ്മേ. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ഇവൾ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ കാർ ഇവിടുന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ മഴവില്ല് വീശി അടിച്ച് നിന്ന്. ഉടനെ അവൾ പറയുന്നുണ്ട്, ദേ മഴവില്ലേ. എന്താ മഴവില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ല് കാണുമ്പോൾ ലുക്ക 9 നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9:4 9:14 തോന്നണം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അതായത് ഉടമ്പടിയെ, നിന്റെ ഉടമ്പടിയെ ഞാൻ ഓർത്തിട്ടുണ്ടെന്നാ പറയണത്. അത്രയും ക്ലിയറാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അടയാളങ്ങളാണ് ദൈവം കാണിക്കണത്. ഓക്കെ, അവള് പുറത്തിറങ്ങുമ്പോൾ തന്നെ പറയണ തേ മഴവില്ല് വീശി നിൽക്കണേ. ഉടനെ ഉൽപ്പത്തി പുസ്തകത്തിലെ 9:14 വാഗ്ദാനമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല. മേഘങ്ങൾ മഴവില്ല് കാണുമ്പോൾ നിങ്ങളും ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി നീ ഓർക്കണം. പക്ഷെ ഇവിടെ കണ്ണ് നിറയണ ഒരു അവസ്ഥയുണ്ട്. ഈ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആങ്ങളോട് ഇവൾ ഉടമ്പടി ചെയ്ത കാര്യം പറയത്തില്ല. പക്ഷെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അളിയന് ആങ്ങളെ വിളിക്കും, പിള്ള ഭർത്താവിന്, ആ അളിയ എനിക്ക് കല്യാണം കഴിക്കണം, നീ ഒരു പെണ്ണ് നോക്കാൻ പറയും. ഇതിൻ്റെ പൊക്ക് കണ്ട. എന്നിട്ട് പെണ്ണ് വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോയിട്ട് കല്യാണം ഫിക്സ് ചെയ്യും. അത് പെണ്ണ് വീട്ടുകാരാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കല്യാണത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ 30. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡിസംബർ 30 അമ്മയോട് ഡേറ്റ് ഇട്ടുണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 30 നടത്തേണ്ടതെന്ന്. ഇതാണ് ടൈമെന്ന് പറയണത്. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണം, കുറച്ചുകൂടി ആത്മബന്ധമുണ്ടാകണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടമ്പടിയോട് കമ്മിറ്റഡ് ആകണം. അല്ലാതെ പകുതി ചെയ്തില്ല, പകുതി അടുത്ത ആഴ്ച ചെയ്യാം, ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യാം, ഇങ്ങനെ ഉടമ്പടി ചെയ്താൽ മൊത്തം ഉടമ്പടി ഉഴപ്പായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈശോ തന്ന നിർദ്ദേശം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയെടുത്ത മക്കള് കൃപ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ചെയ്യണമേ. സമയത്തെ വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ഒക്ടോബർ 1, 2022 അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാനും സാധിച്ചു. ആദ്യത്തേത് എൻ്റെ IELTS ആയിരുന്നു. എൻ്റെ അബ്രോഡ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് IELTS ആയിരുന്നു. പഠിക്കാൻ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ IELTSൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ കഴിവിൽ വിശ്വസിച്ചില്ല. എനിക്ക് നല്ല ടഫായിരുന്നു IELTS.
അങ്ങനെ ഞാൻ 1 മാസത്തെ കോച്ചിങ്ങിന് പോയി. ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ നിയോഗമായിരുന്നു എന്നെ IELTS പാസ്സാക്കി തരണേന്ന്. അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്, എല്ലാവരെയും പോലെ എനിക്ക് 1, 2, 3, 4 വട്ടം ഒന്നും എഴുതാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ആദ്യത്തെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ വട്ടം പാസ്സാവാന്നല്ലാതെ വേറൊരു മാർഗ്ഗം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നത് റീഡിംഗ് ആയിരുന്നു. ചില സമയത്ത് റീഡിങ് ചെയ്ത് ഒത്തിരി മാർക്ക് കുറഞ്ഞ് ഞാൻ മാറി നിന്ന് കരയണ സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അതിമോഹം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, മാതാവ് എനിക്ക് റീഡിങ്ങിൽ 7 തന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. അതുകഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു ദിവസം ഡേറ്റ് എടുക്കാമെന്നുള്ള രീതിക്ക്, ഈ ദിവസം എക്സാം എഴുതാം എന്നുള്ള രീതിക്ക് ഡേറ്റ് എൻ്റെ മനസ്സിലൊരെണ്ണം വിചാരിച്ച് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോണതിന് മുന്നേ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിന്ന് 2 തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണെങ്കിൽ മാത്രം എനിക്ക് ഈ ഡേറ്റ് എടുക്കാൻ എന്നെ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡേറ്റ് എടുക്കാൻ നേരത്ത് എനിക്ക് അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ തിരിച്ച് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, മാതാവ് എന്നെ ജയിപ്പിക്കാൻ വേറെ ദിവസം കരുതി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ വീട്ടിലൊക്കെ ഭയങ്കര സങ്കടമായി. ആദ്യത്തെ തന്നെ സ്റ്റെപ്പിന് പോയപ്പോൾ പ്രശ്നമായിട്ടാണല്ലോ വന്നേന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ മനസ്സിൽ കണ്ട ആ തീയതിയിൽ തന്നെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു ദിവസം കാത്തു വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ആ കുട്ടി എന്നോട് പറഞ്ഞു, 10-ാം തീയതി ഒരു എക്സാം ഉണ്ട്, എഴുതി നോക്കുന്നോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി ചെന്നിട്ട് ഡേറ്റ് എടുത്തു. എനിക്ക് യാതൊരു പ്രശ്നവും കൂടാതെ അന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ നാളായിരുന്നു. പഠിക്കണേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കഴിവിൽ ഞാൻ ഒരിക്കലും എൻ്റെ IELTSന് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ എക്സാമിന് പോയപ്പോൾ മാതാവിൻ്റെ മരിയം മെഡൽ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എൻ്റെ റീഡിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. ആ എക്സാം ഹോളിൽ ചെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ലിസണിങ് ഒക്കെ ചെയ്യണ സമയത്ത് ഞാൻ ഇതുവരെയും ഇത്രയും എളുപ്പമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീഡിങ്ങിന് ചെയ്യണ സമയത്ത് എനിക്ക് പാസേജ് ഒന്നും തന്നെ മനസ്സിലാവണുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പാസേജ് മുഴുവൻ പോലും ഞാൻ വായിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയുമ്പം എനിക്കറിയില്ല എങ്ങനെ എനിക്ക് ആൻസർ കിട്ടണേന്ന്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് തിരിച്ച് ആ പാസേജിലോട്ട് വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാനിങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിക്കുമായിരുന്നു. അങ്ങനെ IELTS കഴിഞ്ഞു. IELTSൻ്റെ റിസൾട്ട് വന്ന ദിവസം ശരിക്കും എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് റിസൾട്ട് നോക്കി തന്നെ. വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരയായിരുന്നു. ഞാൻ എന്താഗ്രഹിച്ചോ അത് തന്നെയാണ് മാതാവ് എനിക്ക് തന്നത്. റീഡിങ്ങിന് 7 ഓവറോൾ 7 തന്നിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അടുത്ത എൻ്റെ സ്റ്റെപ്പായിരുന്നു ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളത്. ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒത്തിരി റിസർച്ച് ചെയ്ത് ഒരു കോളേജും ഒരു കോഴ്സും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അക്കാദമിക്കിലും കുറച്ച് കുഴപ്പമില്ലാത്ത മാർക്ക് ഉള്ളതുകൊണ്ടും IELTS സ്കോർ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കോളേജിൽ മാത്രമായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെയിറ്റിങ്ങിൻ്റെ പീരീഡായിരുന്നു. 1 മാസം വെയിറ്റ് ചെയ്തു. ഏജൻസിയിൽ അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ നിനക്ക് ഓഫർ ലെറ്റർ എന്തായാലും വരും, അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്ന് 2 മാസം കഴിഞ്ഞു. ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയാണ്, നിനക്ക് ഇനി ഓഫർ കിട്ടുമെന്ന് തോന്നണില്ല ആ കോളേജിൽ നിന്ന്, നിൻ്റെ ഇൻടേക്ക് മിസ്സാവാതെ നീ ഉള്ള കോളേജ് അവൈലബിൾ ആയിട്ടുള്ള കോളേജോ കോഴ്സോ ചൂസ് ചെയ്ത് പൊക്കോ, അല്ലെങ്കിൽ നിൻ്റെ ഒരു ഇൻടേക്ക് മിസ്സാവും എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ അന്ന് ഡൗൺ ആയി പോയൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ ആഗ്രഹിച്ച കോഴ്സോ കോളേജോ ഒന്നും അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാർച്ച് 3 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നത്. മാർച്ച് 2-ാം തീയതി രാത്രി എനിക്ക് ഓഫർ ലെറ്റർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അടുത്ത സ്റ്റെപ്പായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ലോണ്. എഡ്യൂക്കേഷൻ ലോൺ അതിനു വേണ്ടി നടക്കുന്നവർക്കറിയാം ഒത്തിരി നാളത്തെ കഷ്ടപ്പാടും സ്ട്രഗിളും ആയിരുന്നു. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഓരോ പേപ്പറിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഓഫീസിൽ ചെല്ലുമ്പം നോർമലി 2 ആഴ്ച 3 ആഴ്ച എടുക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും പേപ്പറുകളൊക്കെ എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിരുന്നു.
എനിക്ക് വേണ്ടി എന്നെ സഹായിക്കാൻ ആരൊക്കെയോ ഇവിടെ കരുതി വെച്ച പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എവിടെ പോയാലും മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോവാറ്. പിന്നെ എൻ്റെ ലോണിന് വെച്ചു. വിത്തിൻ 10 daysനുള്ളിൽ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കണ സമയത്ത് ഉടമ്പടിയിൽ എനിക്ക് മുഴുവനായിട്ടും വിശ്വസ്തത പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ ഒത്തിരി പ്രോമിസുകളും മാതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു പീരീഡിൽ അതെനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിസയുടെ കാര്യം ഞാൻ ഡേറ്റ് ഇട്ട് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ ദിവസം എത്തിയിട്ടും എനിക്ക് യാതൊരു അപ്ഡേറ്റും ഒന്നും കിട്ടണുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് എന്തോ ഒരു തെറ്റുണ്ടെന്ന്. അങ്ങനെ രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ പ്രോമിസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിസ തന്നാൽ മതി. എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഒരു പ്രശ്നമില്ലാണ്ട് എനിക്ക് വിസ തരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ഒരു 11 മണിയോളം ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കിടക്കാൻ പോയ സമയത്ത് ഞാൻ വെറുതെ മെയിൽ നോക്കിയപ്പം എനിക്ക് IRCCയുടെ മെയിൽ വന്ന് കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഡിസിഷനാണെന്നറിയാമോ, ഒന്നല്ലെങ്കിൽ വിസ അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ, അതായിരിക്കും ആ മെയിലിൽ. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് ടെൻഷനായി. ഞാൻ വചനം എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുമെന്നുള്ളൊരു വചനമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എൻ്റെ വിസ അപ്രൂവ്ഡായിട്ട് വന്നതായിരുന്നു. എനിക്ക് 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എനിക്ക് അപ്രൂവ്ഡായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എനിക്കൊരു അക്കോമഡേഷനും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ആയിരുന്നു. കുറഞ്ഞ പൈസയ്ക്ക് എനിക്ക് ഒരു അക്കോമഡേഷൻ, താമസിക്കാനുള്ള സ്ഥലവും പോകാനായിട്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ശരിയാക്കി തരണേന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കൂടെയുള്ളവരെക്കാൾ കുറഞ്ഞൊരു ഇതിനകത്ത് അക്കോമഡേഷൻ റെഡി ആവുകയും ഫ്ലൈറ്റ് ശരിയാകുകയും ചെയ്തു. അതുപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. എനിക്ക് അബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ട ഒത്തിരി ഫണ്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ലാസ്റ്റ് ഒരു കുറേ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്ത് ചോദിച്ച കുറച്ച് പേര് കൈയൊഴിഞ്ഞ സമയത്ത് ഞാൻ ആരോട് ചോദിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ, എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 1.5 ലക്ഷം രൂപ തന്ന് എന്നെ സഹായിച്ചു. ഞാൻ 0യിൽ നിന്നാണ് തുടങ്ങിയത് എൻ്റെ ഈ ജേണി. എന്നെ തുടക്കം തൊട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ച മാതാവാണ്. മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ 10th ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. ഇത്രയും മാതാവിൻ്റെ കൂടെ എല്ലാം നടത്തി തന്നു. മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അതേപോലെ തന്നെ ഞാൻ പത്രം പോയിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മടിയായിരുന്നു. പിന്നെ എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ച് ഇത് പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് പൈസയായിട്ട് ആർക്കൊന്നും കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പൊതിച്ചോറാക്കിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വഴിയരികിലുള്ള അപ്പാപ്പന്മാർക്കൊക്കെ കൊണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് ആൻസമ്മ ആൻ്റണി. ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ബസിലിക്ക ചമ്പക്കുളം ഇടവകയാണ്. ഞാൻ 13/6/2022 ഉടമ്പടി എടുക്കുന്നത്. ഇങ്ങനെ 2022 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അതിന് മുമ്പ് കൃപാസനത്തെ പറ്റി അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ മോന് അലർജി അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളോ ഒന്നുമില്ല. ചങ്ങനാശ്ശേരി മുഴുവൻ, കോട്ടയം, വണ്ടാനം, അങ്ങനെ എല്ലാം. ലാസ്റ്റാണ് ഞാൻ ചേർത്തലയിൽ ഐഷ ഹോസ്പിറ്റലിൽ വരുന്ന വഴിക്കാണ് ഞാൻ ഈ കൃപാസനം കാണുന്നത്. ഞാൻ അന്നേരപ്പോഴത്തേക്കിന് ഇവിടെ വന്നു. എല്ലാ മാസവും കൊറോണയ്ക്ക് മുൻപേ ഒരു 7 മാസത്തോളം ഞാനിവിടെ വന്ന് മോന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അലർജി മാറുന്നതിന് വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞപ്പം പിന്നെ എല്ലാവരും അടച്ചപ്പം ഞാൻ പിന്നെ വരുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പം അതിൻ്റേതായ കുറവുണ്ടായിരുന്നു മോന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു, ഉടമ്പടി എടുക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണത്, എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് പാടാണ്. പിന്നെ അത് കാരണം ഞങ്ങളങ്ങ് ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാനങ്ങ് മാറ്റിവെച്ചു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ മോൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിങ് എൻജിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവന് ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചു, എറണാകുളത്ത് പോയി. അതെല്ലാം കഴിഞ്ഞ ശേഷം അവനെ ചെന്നൈ പോയി ജോലിക്ക് കയറി 6 മാസം. ആദ്യം കയറിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു.
നല്ല കമ്പനിയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ 6 മാസമായപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു, മമ്മി എല്ലാവരും അവിടെ ബിടെക്കുകാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഡിപ്ലോമ പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോരുക, എനിക്ക് ബിടെക്ക് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ആദ്യം ചാച്ചനെല്ലാം എതിർത്തു, നീ ജോലി കിട്ടിയില്ല, അവിടെ നിൽക്കി, നീ 2 വർഷത്തെ എക്സ്പീരിയൻസ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അവൻ സമ്മതിക്കില്ല, അവനിഞ്ഞ് പോരുന്നു. പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ വന്ന് ലാറ്ററൽ എൻട്രിക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കിനാണ് ഇവിടെ എന്തോ പ്രശ്നമുണ്ടായിരുന്നതുകൊണ്ട് അതിന് കയറാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അവൻ പറഞ്ഞു, ഞാൻ IELTS പഠിക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ ജമ്പം ചെയ്താൽ സമ്മതിക്കില്ല, നീ IELTS പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും അവനെ വിടെ, ഇപ്പം ആ ഫീൽഡ് അതുവഴിയാണ് അവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അപ്പം ചാച്ചൻ പറഞ്ഞതിന് എന്താണെന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഒരു മോനേ ഉള്ളൂ, അവൻ കാനഡയ്ക്കോ അല്ലെങ്കിൽ UK പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരില്ല, പിന്നെ നമ്മൾ 2 പേരും ഇവിടെ ഒറ്റയ്ക്കിരിക്കണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായിക്കോട്ടെ, അവനെ അത് IELTS പഠിപ്പിക്കാൻ വിടാം, അവൻ ജയിക്കത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അവൻ ജയിക്കരുതെന്ന്. എന്നു പറഞ്ഞാൽ അവൻ പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ മാതാവിൻ്റെ തീരുമാനം വേറെ ആയിരുന്നായിരിക്കാം. അപ്പം ഞങ്ങളൊന്നും ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ അവൻ IELTS പാസ്സായി, ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. വീണതിനേക്കാൾ കൂടുതൽ സ്കോർ കിട്ടിയ പാസ്സാവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടൊന്നും പിന്നെ അത് കഴിഞ്ഞ് ഏജൻസി ചെന്നപ്പോഴത്തേക്കിനാണ് പറയുന്നത് അവന് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഗ്യാപ്പ് കാരണം അവന് പോകാൻ പറ്റാനൊരു ബുദ്ധിമുട്ട് പോലെ അവർ പറഞ്ഞു. എന്നാലും അവർ സാന്താമോണിക്കക്കാർ പറഞ്ഞു, കോട്ടയം സാന്താമോണിക്കയിലാണ് അവൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ വിട്ടോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു പേടി, ഇനി ഇത്രയും പൈസ നമ്മൾ മുടക്കി വെച്ച് പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അപ്പോഴാണ് എൻ്റെ ആങ്ങള UK അവൻ പറഞ്ഞു, എന്നാൽ ഞാൻ കെയർടേക്കർ വിസയിൽ നിന്നെ കൊണ്ടുപോകാം, അവിടെ ചെന്നിട്ട് PR കിട്ടി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് നിൻ്റെ ഫീൽഡിലേക്ക് എവിടെയിലേക്ക് മാറാം എന്നും പറഞ്ഞു.